Good morning. Good morning. കേൾക്കുന്നില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയോ? ആൻസേഴ്സ് ഒക്കെ കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? യെസ്, സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് പറഞ്ഞത്? ഹോസ്പിറ്റൽ എവല്യൂഷൻ ആണ് പറഞ്ഞു നിർത്തിയത് അല്ലെ? ഹോസ്പിറ്റൽ എവല്യൂഷൻ, ഇന്ത്യൻ സെനാരിയോ, പ്രീ ഇൻഡിപെൻഡൻസ്, ഇൻഡിപെൻഡൻസിന് മുന്നിലുള്ള ഇന്ത്യയിലെ രംഗങ്ങള്. അതിനകത്ത് ഓരോ പോയിന്റ് വൈസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു provision of institutional care to the sick was considered as provisional and spiritual by early rulers. അല്ലെ? പ്രൊഫഷണൽ ആൻഡ് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സംരക്ഷണമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കേണ്ടത് എന്നാണ് അക്കാലത്തെ ഭരണകർത്താക്കന്മാര് കരുതിയിരുന്നത്. ആർത്രയ, the first Indian physician and teacher, lived in the University of Takshashila. അതുപോലെ തന്നെ ചോദിക്കാം കേട്ടോ. Who is the first Indian physician and teacher lived in the University of Takshashila? ഏതാണ്? ആർത്രയ. പിന്നെ നമ്മൾ സിശ്രുതന്റെയും ചരകന്റെയും കാലഘട്ടത്തിലേക്ക് വന്നു. ഫാദർ ഓഫ് സർജറി അതാണ് സിശ്രുത. ഷെയർ ചെയ്തേക്കുന്നത് കാണാൻ പറ്റുന്നില്ലേ നിങ്ങക്ക്? കമ്പ്യൂട്ടറിലോ? ഒരു മിനിറ്റ്. അതല്ലേ? ഓക്കെ, ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന നോക്കിയല്ലേ? ഇടയ്ക്ക് ഒന്ന് രണ്ട് പേർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് സിശ്രുത, ഫാദർ ഓഫ് സർജറി. അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻഷ്യൽ ഡിസർട്ടേഷൻ പ്രബന്ധം ഏതായിരുന്നു? സിശ്രുത സംഹിത. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞതാണ് ചരക വാസ് വൺ ഓഫ് ദ മെയിൻ കോൺട്രിബ്യൂഷൻ ടു ആയുർവേദ. ആയുർവേദത്തിന് ഒത്തിരി കോൺട്രിബ്യൂഷൻസ് നടത്തിയ ആളാണ് ചരക. അതുകൊണ്ട് ഫാദർ ഓഫ് ആയുർവേദ ആരാണ്? ചരക, ഫാദർ ഓഫ് ആയുർവേദ. അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് ഏതാണ്? ചരക സംഹിത. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ബുദ്ധന്റെയും അശോകന്റെയും കാലഘട്ടത്തിലേക്ക് തിരിച്ചു വന്നു. ഈ അശോകന്റെ കാലഘട്ടത്തിലാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹൈജീൻ ആൻഡ് സി സെക്ഷൻ, സിസേറിയൻ സെക്ഷൻ ഒരു പെർഫോം ചെയ്തു. ദെൻ അടുത്തത് റീജിയണൽ ഹോസ്പിറ്റൽ ഫോർ ഇൻഫേം ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട് വെയർ ബിൽഡ് ബൈ ബുദ്ധ. കാലഘട്ടത്താണ് ഈ പ്രാദേശിക ഹോസ്പിറ്റൽ ആർക്കൊക്കെ? ഇൻഫേം, ദുർബലരും അതുപോലെ നിരാലംബരുമായിട്ടുള്ളവർക്ക് റീജിയണൽ ഹോസ്പിറ്റൽ സ്ഥാപിച്ചത് ബുദ്ധന്റെ കാലഘട്ടത്താണ്. നെക്സ്റ്റ് 9th വൺ ആണ് അക്ബർ പീരീഡ്. അക്ബറിന്റെ കാലഘട്ടത്താണ് യുനാനി മെഡിസിൻ. അവിടെ വരെയല്ലേ പറഞ്ഞു നിർത്തിയത്? അക്ബേഴ്സ് പീരീഡ്, യുനാനി മെഡിസിൻ. ഫാദർ ഓഫ് യുനാനി. യുനാനിയുടെ ഫാദർ ആരാണ്? ഫാദർ ഓഫ് യുനാനി മെഡിസിൻ ഹിപ്പോക്രാറ്റസ്. എഴുതി വെക്കുക കേട്ടോ. അത് ഹിപ്പോക്രാറ്റസ്, HIPPOCRATES, ഫാദർ ഓഫ് യുനാനി മെഡിസിൻ. യുനാനി എന്ന് പറഞ്ഞത് ഗ്രീക്കിൽ നിന്നും വന്ന ഒരു പുരാതനമായിട്ടുള്ള ഒരു വൈദ്യശാസ്ത്രമാണ് യുനാനി എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. എന്താണ് യുനാനി ട്രീറ്റ്മെന്റ്, അത് യുനാനി മെഡിസിൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ളൂ. ടെക്സ്റ്റില് നിങ്ങളുടെ വേറെ ഡീറ്റെയിൽ ഒന്നും അവിടെ പറയുന്നില്ല. അതായത് യുനാനി എന്ന് പറയുന്നത് ഗ്രീക്കിൽ നിന്നും വന്ന ഒരു പുരാതനമായ വൈദ്യശാസ്ത്രമാണ്. യുനാനി പറയുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തില് 4 ദ്രവങ്ങൾ, 4 ട്യൂമേഴ്സ്, 4 ദ്രവങ്ങളാണ് പറയുന്നത്. ഏതൊക്കെയാ വെച്ചാൽ ബ്ലഡ് ഉണ്ട്, ഫ്ലം, PHELGM, ഫ്ലം, PHELGM, ഫ്ലം എന്ന് പറഞ്ഞാൽ കഫം, കഫം. അടുത്തത് ബ്ലഡ്, ഫ്ലം. നെക്സ്റ്റ് ആണ് പിത്തം, യെല്ലോ, ബൈല്, ബൈലാണ് കേട്ടോ, BILE, ബൈല്. ബ്ലാക്ക് ബൈല്, കറുത്ത പിത്തം. അങ്ങനെ
യുനാനി പറയുന്നത് മനുഷ്യ ശരീരത്തില് 4 ദ്രവങ്ങളാ ഉള്ളത്. ഏതൊക്കെയാണ്? രക്തം, അതുപോലെ കഫം, കറുത്ത പിത്തം, യെല്ലോ ബൈൽ. ബൈൽ എന്ന് പറഞ്ഞ പിത്തം എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ 4 ദ്രവങ്ങളാണ് മനുഷ്യ ശരീരത്തിൽ, 4 ഹ്യൂമേഴ്സ് ആണ് മനുഷ്യ ശരീരത്തിലുള്ളത്. അതാണ് യുനാനി പറയുന്നത്. അപ്പോ ഇതിന്റെ ഓരോന്നിന്റെ അളവിലോ അല്ലെങ്കിൽ സ്വഭാവത്തിലോ ഉള്ള ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ ഏറ്റക്കുറച്ചില്, ഇംബാലൻസ്, അതാണ് രോഗം ഉണ്ടാക്കുന്നത്. അതാണ് യുനാനി പറയുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നത്? ഇതിനകത്ത് ഏതാണോ വേരിയേഷൻ സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇംബാലൻസ് വന്നേക്കുന്നത്, അത് ഏതാണെന്ന് മനസ്സിലാക്കി അതിനെ, ആ 4 സംഗതികളെയും ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് യുനാനി മെഡിസിൻ എന്ന് പറയുന്നത്. ഇതിനും നമ്മൾ ആയുർവേദം പോലെ തന്നെ സാധാരണ പച്ചമരുന്നുകളാണ് കൊടുക്കുന്നത്. അത് നമുക്ക് ഗുളികയുടെ രൂപത്തിലോ അല്ലെങ്കിൽ പൊടിച്ച് നമ്മൾ കൊടുക്കോ അല്ലെങ്കിൽ കഷായ രൂപത്തിലോ ഒക്കെ കൊടുക്കാൻ പറ്റും. മെയിൻ ആയിട്ട് യുനാനിയിൽ പറയുന്നത് മനുഷ്യ ശരീരത്തില് 4 ദ്രവങ്ങളാണ് ഉള്ളത്. 4 ഹ്യൂമേഴ്സ്. ഏതൊക്കെയാ? ബ്ലഡ്, രക്തം, ബ്ലഡ്. അടുത്താണ് ഫ്ലം എന്ന് പറയും, PHLGM, ഫ്ലം. കഫം, പിത്തം, ബൈല്, ബ്ലാക്ക് ബൈല്. അങ്ങനെ 4 ദ്രവങ്ങൾ, അത് 4 ഹ്യൂമേഴ്സ്. ഇതിന്റെ ഫ്ലക്ച്വേഷൻസ് ആണ് രോഗം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിൽ ഏതാണോ അത് ഏറ്റക്കുറച്ചിൽ വന്നത് അതിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഏത്? യുനാനി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അക്ബേഴ്സ് പീരീഡ് ആണ് ഇവിടെ എക്സാമിന് ചോദിക്കാൻ. ഇൻ വിച്ച് പീരീഡ് യുനാനി മെഡിസിൻ ഇൻട്രൊഡ്യൂസ്ഡ്? ഏത് പീരീഡിലായിരുന്നു? അക്ബേഴ്സ് പീരീഡ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഫാദർ ഓഫ് യുനാനി മെഡിസിൻ ഹിപ്പോക്രാറ്റസ്. ആ 2 പോയിന്റും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇൻ വിച്ച് പീരീഡ് യുനാനി മെഡിസിൻ ഇൻട്രൊഡ്യൂസ്ഡ്? ഏത് പീരീഡിലായിരുന്നു യുനാനി മെഡിസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അക്ബേഴ്സ് പീരീഡ്. കണ്ടോ, അവിടെ എഴുതിയിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അക്ബേഴ്സ് പീരീഡ് യുനാനി മെഡിസിൻ. അക്ബേഴ്സ് പീരീഡ് യുനാനി മെഡിസിൻ. നെക്സ്റ്റ് വൺ ഫാദർ ഓഫ് യുനാനി മെഡിസിൻ. അവിടെ തന്നെ ഒന്ന് നോട്ട് ചെയ്താ വെച്ചാൽ മതി, ഹിപ്പോക്രാറ്റസ്. നെക്സ്റ്റ് ആണ് 17th സെഞ്ചുറി. 17th സെഞ്ചുറി. 17th സെഞ്ചുറിയിൽ എന്തൊക്കെയാ? അവിടെ കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ പറഞ്ഞേക്കുന്നത് കേട്ടോ. മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ ബൈ അറൈവൽ ക്രിസ്ത്യൻ മിഷണറീസ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയില് ക്രിസ്ത്യൻ മിഷണറീസിന്റെ അറൈവൽ എത്തിച്ചേർന്നതോടുകൂടി മെഡിസിനില് ഒരു ആധുനിക സിസ്റ്റം നിലവിൽ വന്നു. ആർക്കടെ? ഇതാ ഈ ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോടുകൂടി സൗത്ത് ഇന്ത്യയില് ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോടുകൂടി മെഡിസിനില് ഒരു പുതിയ ഒരു മോഡേൺ സിസ്റ്റം നിലവിൽ വന്നു. അടുത്ത നോക്കിയേ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് ഹോസ്പിറ്റൽ ഇൻ 1664 ഇൻ ചെന്നൈ. അത് നോട്ട് ചെയ്തിടണം കേട്ടോ. അതിനകത്ത് ഡേറ്റും ചോദിക്കാം, പ്ലേസും ചോദിക്കാം, രണ്ടും നോട്ട് ചെയ്ത് വെക്കാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ഫസ്റ്റ് ഹോസ്പിറ്റൽ ഇൻ ചെന്നൈ ഇൻ എത്രയാ? 1664. 1664 ചെന്നൈയില് ഫസ്റ്റ് ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. ആര്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഫോറിൻ സോൾജേഴ്സ്, അത് ആർക്ക് വേണ്ടിയിട്ടാ? സോൾജേഴ്സിന് വേണ്ടിയിട്ട്. ആൻഡ് 1668 1668 സിവിലിയൻസ്. സിവിലിയൻസ് എന്ന് പറഞ്ഞാരാ? സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. ഫസ്റ്റ് ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. അവിടെ 2 രീതിയിൽ നമുക്ക് ചോദിക്കാം കേട്ടോ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് ഹോസ്പിറ്റൽ ഇൻ 1664 ഇൻ ഡാഷ്. എവിടെയാ സ്ഥാപിച്ചത്? ചെന്നൈയില്. ആർക്ക്? ഫോറിൻ സോൾജേഴ്സ്. അങ്ങനെ ചോദിക്കാം. സോൾജേഴ്സിനായിട്ട് 1664 ചെന്നൈയില്. സിവിലിയൻസിന് എന്താണ്? 1668. അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. സോൾജേഴ്സിന് 1664 ചെന്നൈയില് ഫസ്റ്റ് ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. സിവിലിയൻസിന് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടി 1668 ഫസ്റ്റ് ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. 2 നോട്ട് ചെയ്തോ? അണ്ടർലൈൻ ചെയ്തു വെച്ചോ? ആ ഡേറ്റും പ്ലേസും നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ ആർക്കാണ്? സോൾജേഴ്സിനാണോ സിവിലിയൻസിനാണോ? അതുകൂടി നോക്കാം.
പട്ടാളക്കാർക്കും സാധാരണക്കാർക്കും വേണ്ടിയിട്ട് ആ ഡേറ്റുകൾ നോക്കണം. പ്ലേസ് ചെന്നൈ തന്നെയാണ് കേട്ടോ. 1664 in Chennai for soldiers and 1668 സിവിലിയൻസിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. അടുത്ത നോക്കിയ കോൺസ്റ്റന്റ് ഗ്രോത്ത് ഡ്യൂറിംഗ് ദ 18th and early 19th century. അതിന്റെ സാമാന്യമായിട്ടുള്ള വളർച്ച 18th 19th centuryയിൽ ഉണ്ടായി. സുസ്ഥിരമായിട്ടുള്ള വളർച്ച വന്നു. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കട്ട in 1835. അത് അണ്ടർലൈൻ ചെയ്തേ. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കട്ട in 1835 കൽക്കട്ടയിലെ ഫസ്റ്റ് മെഡിക്കൽ കോളേജ്. മുംബൈയില് 1845 ഫസ്റ്റ് മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ചു. ചെന്നൈയില് 1850. മൂന്ന് ഡേറ്റും പ്ലേസും നോക്കി വെക്കാം. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കട്ട ഇൻ ഡാഷ് എന്നാ 1835 1835 കൽക്കട്ടയില് ഫസ്റ്റ് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു. മുംബൈയിലാണെങ്കിലോ 1845 1845 മുംബൈയില് ഫസ്റ്റ് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു. ചെന്നൈയിലാണെങ്കിൽ 1850 1850. മൂന്ന് ഡേറ്റുകൾ നോക്കി വെക്കാം കേട്ടോ. കൽക്കട്ടയിൽ എന്നാ 1835, മുംബൈയില് 1845, 10 വർഷം കൂടി കഴിഞ്ഞ് നോക്കിയാൽ മതി. 1845 ചെന്നൈയിലാവുമ്പോഴത്തേക്കും 1850, ഒരു 5 വർഷം കൂടി കഴിഞ്ഞു. ആ ഡേറ്റുകളും പ്ലേസും നോക്കി വെക്കാം. In 1885 1885 ആയപ്പോഴത്തേക്കും 1250 hospitals and dispensaries. ഡിസ്പെൻസറീസ് എന്ന് പറഞ്ഞാൽ ഔഷധശാലകൾ. ഹോസ്പിറ്റലുകളും 1885 ആയപ്പോഴത്തേക്കും 1250 ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറീസും ഔഷധശാലകളും ഇങ്ങനെ only reaching 10% of population. പോപ്പുലേഷന്റെ 10% എത്തുന്ന രീതിയിൽ 1250 ഹോസ്പിറ്റലുകളും ഡിസ്പെൻസറീസും നിലവിൽ വന്നു. കാരണം ലാസ്റ്റ് പറഞ്ഞേക്കുന്നത് കേട്ടോ. 1885 1250 hospitals and dispensaries. ഇങ്ങനെയാ only reaching 10% of the population. 17th centuryയിൽ നോക്കാം കേട്ടോ. സൗത്ത് ഇന്ത്യയില് ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോടുകൂടി മെഡിസിനില് ആദ്യത്തെ ഒരു ആധുനികമായിട്ടുള്ള ഒരു നമുക്ക് ഒരു മോഡേൺ സിസ്റ്റം അത് മെഡിസിനില് നിലവിൽ വന്നു. എവിടെ? സൗത്ത് ഇന്ത്യയില്. ആരുടെ വരവോടുകൂടി? ക്രിസ്ത്യൻ മിഷണറീസിന്റെ വരവോടുകൂടി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫസ്റ്റ് ഹോസ്പിറ്റല് 1664 ചെന്നൈയില് സോൾജേഴ്സിന് വേണ്ടിയിട്ടും 1668 സിവിലിയൻസ് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. അത് 18th 19th സെഞ്ചുറിയില് ഒരു സുസ്ഥിരമായിട്ടുള്ള വളർച്ച നിലവിൽ വന്നു. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഇൻ കൽക്കട്ടയില് 1835, മുംബൈയില് 1845, ചെന്നൈയില് 1850 സ്ഥാപിച്ചു. ഫസ്റ്റ് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു. 1835 മുംബൈയില് 1845, ചെന്നൈയില് 1850 ഫസ്റ്റ് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു. 1885 ആയപ്പോഴത്തേക്കും എത്രയാ? 1250 ഹോസ്പിറ്റൽസും ഡിസ്പെൻസറീസും നിലവിൽ വന്നു. അതെങ്ങനെയാ? only reaching 10% of population. നെക്സ്റ്റ് ചെറിയൊരു ഹെഡിങ് കൂടെ ഉള്ളൂ. എമർജൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയിലെ ഹോസ്പിറ്റലിന്റെ ഒരു ആവിർഭാവം. എമർജൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. എമർജൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. എമർജൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയിലെ ഹോസ്പിറ്റലിന്റെ ആവിർഭാവം. ജസ്റ്റ് ഒരു റേഷ്യോ അവിടെ കൊടുത്തേക്കുന്നത് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അവിടെ നോക്കിയേ, ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ 1:40,000. അതാണ് ബെഡ് പോപ്പുലേഷൻ റേഷ്യോ. അതായത് 44,000 ആളുകൾക്ക് ഒരു ബെഡ്. ആ രീതിയിൽ ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ 1:4,000. 1:4,000. Then doctor to population ratio എത്രയാ? 1:6,300. Doctor to population ratio 1:6,300. അതായത് ഒരു ഡോക്ടർ പോപ്പുലേഷൻ റേഷ്യോ എത്രയാ?
6300 ജനങ്ങൾക്ക് 1 ഡോക്ടർ. ഇതാണ് ആ റേഷ്യോ പറഞ്ഞേക്കണേ. 1:6300. Then nurse population ratio 1:40,000. Nurse population ratio എത്രയാ? 1:40,000. 40,000 ആളുകൾക്ക് ഒരു nurse ratio. Then disparities in facilities in urban and rural. Urban എന്ന് പറഞ്ഞാൽ നഗരപ്രദേശങ്ങൾ അല്ലെ? നഗരപ്രദേശങ്ങളാണ് അർബൻ എന്ന് പറയുന്നത്. റൂറൽ എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങള്. അപ്പോ ഈ അർബൻ റൂറൽ നഗരപ്രദേശങ്ങളിലെയും ഗ്രാമപ്രദേശങ്ങളിലെയും ഫെസിലിറ്റീസില് എന്തുണ്ടായി? വ്യത്യാസങ്ങൾ ഉണ്ടായി. ശരിയല്ലേ? അല്ലേ? ഫെസിലിറ്റീസിലെ വ്യത്യാസമല്ലേ അർബൻ റൂറൽ ഏരിയയിലെ ഹോസ്പിറ്റലുകളിലെ വ്യത്യാസമല്ലേ? അതാണ് ഡിസ്പാരിറ്റി. വ്യത്യാസങ്ങൾ ഉണ്ടായി. എന്തില്? ഇൻ ഫെസിലിറ്റി, സൗകര്യങ്ങളില്, ഫെസിലിറ്റിയില് വ്യത്യാസം ഉണ്ടായി. എവിടെ? ഇൻ അർബൻ ആൻഡ് റൂറൽ, നഗരപ്രദേശത്തും ഗ്രാമപ്രദേശത്തുമുള്ള ഫെസിലിറ്റികൾ, ഹോസ്പിറ്റലിലെ ഫെസിലിറ്റികളില് ഡിസ്പാരിറ്റി എന്ന് വെച്ചാൽ എന്താ? വ്യത്യാസം ഉണ്ടായി. അറ്റ് ഇൻഡിപെൻഡൻസ് ആയപ്പോഴത്തേക്കും 11,000 ഹോസ്പിറ്റൽ ബെഡ്സ്, 11,000 ഹോസ്പിറ്റൽ ബെഡുകളും എത്രയാ? 7,400 ഹോസ്പിറ്റൽസും വന്നു. കണ്ടോ? ഇൻഡിപെൻഡൻസ് ആയപ്പോഴത്തേക്കും 11,000 ഹോസ്പിറ്റലുകളും 7,400 ഹോസ്പിറ്റൽസും ഇൻഡിപെൻഡൻസ് ആയപ്പോഴത്തേക്കും നിലവിൽ വന്നു. Then since the past 15 years, കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് ഇതാണ് കോൺസെപ്റ്റ് ഓഫ് ടുഡേസ് ഹോസ്പിറ്റൽ. ടുഡേ, ഇന്നത്തെ ഹോസ്പിറ്റൽ എന്ന ആശയത്തിലേക്ക് എത്തിച്ചേർന്നു. സിൻസ് ദ പാസ്റ്റ് 50 years, എന്താണ്? 50 വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് ഇതാണ് ടുഡേസ് ഹോസ്പിറ്റൽ, ഇന്നത്തെ ഹോസ്പിറ്റൽ എന്ന ഒരു കോൺസെപ്റ്റ്, ഒരു ആശയത്തിലേക്ക് എത്തിച്ചേർന്നു. ഇന്നത്തെ ഹോസ്പിറ്റൽ എന്ന ആശയത്തിലേക്ക് എത്തിച്ചേർന്നു. Since the past 50 years, concept of today's hospital. കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് ഇന്നത്തെ ആ ഹോസ്പിറ്റൽ എന്ന ഒരു ആശയത്തിലേക്ക് എത്തിച്ചേർന്നു. ക്ലിയർ അല്ലേ? ചെറിയ ചാപ്റ്റർ ആയിരുന്നില്ലേ ഹിസ്റ്ററി? ഓക്കെ. അപ്പൊ അതിനകത്ത് നിങ്ങളെ നോട്ട് ചെയ്യേണ്ടത്, ഇന്നിപ്പോ നമ്മൾ ഇതില് ഏത് പീരീഡിലാണ് യുനാനി മെഡിസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അത്. പിന്നെ ഫാദർ ഓഫ് യുനാനി മെഡിസിൻ ആരാണ്, അത് നോക്കണം. പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫസ്റ്റ് ഹോസ്പിറ്റൽ 1664 എവിടെയായിരുന്നു? ചെന്നൈയില്. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? സോൾജേഴ്സിന്. 1668 സിവിലിയൻസിന് വേണ്ടിയിട്ട്. അത് നോട്ട് ചെയ്തിടുക. പിന്നെ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് കൽക്കട്ടയിൽ എന്നാ 1835, മുംബൈയില് 1845, ചെന്നൈയില് 1850 ഫസ്റ്റ് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചു. പിന്നെ റേഷ്യൂസ് ഒന്നും ചോദിക്കാറ് അങ്ങനെയില്ല. ഇത്രയും കാര്യങ്ങൾ ഇന്ന് എടുത്തതിൽ നോട്ട് ചെയ്ത് വെക്കണം. ബാക്കിയിട്ട് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ രണ്ടാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു, ഇൻട്രൊഡക്ഷനും ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസും. ദെൻ ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് എളുപ്പമുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്, ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസ് ചാപ്റ്റർ 8 ആണ് കേട്ടോ. ടെക്സ്റ്റിൽ ഒന്ന് എടുത്തു വെച്ചേ. 8ാമത്തെ ചാപ്റ്റർ ആണ് ഫ്രണ്ട് ഓഫീസ്. ആരെങ്കിലൊക്കെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ടോ ഹോസ്പിറ്റലില്? നമ്മുടെ കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ 1-2 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, റിസപ്ഷനിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നു. ഇല്ല. സിമ്പിൾ ചാപ്റ്റർ ആണ്. പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ആരെങ്കിലും, വേഗം എടുക്കാലോ. ചാപ്റ്റർ 8ാമത്തെ ചാപ്റ്റർ. ഓക്കെ. ലാബ് ടെക്നീഷ്യൻ, ലബോറട്ടറി പഠിക്കാനുണ്ട് കേട്ടോ നമുക്ക്. പാർവതി, ലബോറട്ടറി നമുക്ക് പഠിക്കാനുണ്ട്. ആക്സിഡന്റ് കഴിഞ്ഞ് അടുത്ത ചാപ്റ്റർ, 8ാമത്തെ ചാപ്റ്റർ 10 നമുക്ക് സ്കൂൾ ചെയ്തെടുക്കട്ടെ കേട്ടോ. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്, വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ്. 36ാമത്തെ പേജ് കേട്ടോ. പേജ് നമ്പർ 36. ഓൾമോസ്റ്റ് എല്ലാവർക്കും ടെക്സ്റ്റ് ഒക്കെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിയോ? ഇനി കിട്ടാത്തവരുണ്ടോ ടെക്സ്റ്റ്? കുറെ പേർക്കൊക്കെ കിട്ടി അല്ലേ?
Yes. Okay. Front office department workflow and functions. കിട്ടിയില്ല, കുറച്ച് പേർക്ക് കിട്ടിയില്ല, കുറച്ച് പേർക്ക് കിട്ടിയെന്നൊക്കെ ഉണ്ട്. കിട്ടാത്തവര് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടാ, എപ്പോഴത്തേക്ക് കിട്ടും എന്നുള്ളത്. ഇതിനെ തന്നെ കിട്ടും. ജോയിൻ ചെയ്തോളൂ, ഇന്നലെ ജോയിൻ ചെയ്തോളൂ സമീറ. ഓക്കെ, അടുത്ത ദിവസങ്ങളിലായിട്ട് കിട്ടും കേട്ടോ. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫ്ലോ ആൻഡ് ഫങ്ഷൻസ്. ഒരു ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് അവിടുത്തെ പ്രവർത്തനങ്ങളും അവിടുത്തെ ധർമ്മങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഫ്രണ്ട് ഓഫീസ് ചെയ്യുന്നത്, അവിടുത്തെ വർക്ക് ഫ്ലോ എന്ന് വെച്ചാൽ പ്രവർത്തനങ്ങള്, അവിടുത്തെ പ്രവർത്തനങ്ങളും അതുപോലെ ധർമ്മങ്ങളും ഫ്രണ്ട് ഓഫീസ്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മളറിയാം, നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലമാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിസപ്ഷനിൽ ചെല്ലിയല്ലേ നമ്മൾ ആദ്യം ചെയ്യണേ. എന്നിട്ട് നമ്മൾ എന്താ പറയാ, ചീറ്റ് ഇതെടുക്കും, നമ്മുടെ അഡ്മിഷൻ എടുക്കും. പിന്നെ ഓൺലൈനായിട്ടൊക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടാ പോകുന്നത് എങ്കിലും നമ്മൾ ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരു പേഷ്യന്റ് കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലമാണ് ഇത് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ ആദ്യം പോകുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെ? ഈ ചാപ്റ്ററിൽ നമുക്ക് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്, അവിടുത്തെ പ്രവർത്തനങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ധർമ്മങ്ങൾ, ഫ്രണ്ട് ഓഫീസ് ചെയ്യുന്ന ധർമ്മങ്ങൾ എന്നൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് കേട്ടോ. ഫ്രണ്ട് ഓഫീസിനെ നമുക്ക് റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നുണ്ട്. ഫ്രണ്ട് ഓഫീസ് റിസപ്ഷൻ ഏരിയ, റിസപ്ഷൻ ഏരിയ, RECEPTION, റിസപ്ഷൻ ഏരിയ, റിസപ്ഷൻ ഏരിയ. നോക്കാം അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ, വർക്ക് ഫ്ലോ. ഫസ്റ്റ് തന്നെ ഒരു കോഡ്സാ കൊടുത്തേക്കണേ, എന്താന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് ആർ കിങ് ആൻഡ് കിങ്സ് ആർ നെവർ അൺഅറ്റൻഡഡ്. എന്താണ് ആ കോഡ്സിന്റെ മീനിങ് നോക്കി. കസ്റ്റമേഴ്സ് ആർ കിങ്, കസ്റ്റമർ എന്ന് പറയുന്നത് രാജാക്കന്മാരാണ്. ഇപ്പൊ ഹോസ്പിറ്റലിലെ കസ്റ്റമർ ആരാണ് ഹോസ്പിറ്റലിലെ കസ്റ്റമർ എന്ന് പറയുന്നത്? ഹോസ്പിറ്റലിലെ കസ്റ്റമർ ആരാ? പേഷ്യൻസ് അല്ലെ? പേഷ്യൻസ് ആണ് അല്ലെ? അപ്പൊ നമ്മള് കസ്റ്റമർ എന്ന് പറയുന്നത്, അപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടെ കസ്റ്റമർ എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. അപ്പൊ അവിടുത്തെ രാജാക്കന്മാർ ആരാണ്? ഹോസ്പിറ്റലിലെ പേഷ്യൻസ് ആണ്. കണ്ടോ? ആൻഡ് കിങ്സ് നെവർ അൺഅറ്റൻഡഡ്, ഒരിക്കലും അവരെ ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്. അതാണ് ആ കോഴ്സിന്റെ മീനിങ്. കസ്റ്റമർ എന്ന് പറയുന്നത് രാജാക്കന്മാരാണ്, അവരെ ഒരിക്കലും പരിഗണിക്കാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്. മീനിങ് മനസ്സിലായോ കോഴ്സ്? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാട്ടോ. എന്താണ് കസ്റ്റമർ എന്ന് പറയുന്നത്? രാജാക്കന്മാരാണ്, ഒരിക്കലും ആ രാജാക്കന്മാരെ, കിങ്സിനെ നമ്മൾ എന്താണ് ഒരിക്കലും പരിഗണിക്കാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്. നോക്കി, ശ്രദ്ധിക്കാതെ പോകരുത് അല്ലെങ്കിൽ അവരെ പരിഗണിക്കാതെ പോകരുത്. ഇപ്പൊ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് അല്ലെ? ആ പേഷ്യൻസിനെ നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന പിന്നെ അവര് വരുമോ? ഹോസ്പിറ്റലിലേക്ക് വരുമോ? അപ്പൊ ഹോസ്പിറ്റലിന്റെ നിലനിൽപ്പ് തന്നെ ഇതാകും അല്ലേ? അതുകൊണ്ട് നമ്മളിപ്പോ അല്ലാതെ നമ്മളൊരു എന്താ പറയാ, ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഷോപ്പുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കസ്റ്റമേഴ്സിന് വേണം നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കാൻ അല്ലെ? ഷോപ്പിൽ ചെന്നു നമ്മൾ കസ്റ്റമേഴ്സിന് മര്യാദയ്ക്ക് ഡീൽ ചെയ്തില്ലേ പിന്നെ നമ്മൾ ആ ഷോപ്പിലേക്ക് പോകുമോ? ഇല്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇമ്പോർട്ടൻസ്, പ്രിഫറൻസ് ആരെ? കസ്റ്റമേഴ്സിന് തന്നെ കൊടുക്കണം. കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഏതൊരു ഇൻഡസ്ട്രിയിലെയും നമ്മൾ കസ്റ്റമർ എന്ന് പറയുന്നത് അവര് രാജാക്കന്മാരാണ്, അവരെ ഒരിക്കലും പരിഗണിക്കാതെ അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്. Okay, a medical receptionist is an inevitable എന്ന് പറഞ്ഞാൽ അനിവാര്യമായ അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അനിവാര്യമായ ഒരു ഭാഗമാണ് ഇതിന്റെ വെൽ ഫങ്ഷനിങ് ഓഫ് ഹെൽത്ത് കെയർ ടീം. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തതാ. Dash is an inevitable part of well functioning of healthcare team. ഒരു ഹെൽത്ത് കെയർ ടീമിന്റെ നല്ല സുഗമമായിട്ടുള്ള പ്രവർത്തനത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഗമാണ് ആര്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. മെഡിക്കൽ
റിസപ്ഷനിസ്റ്റ്. നമുക്കത് അവരെ ഒഴിച്ച് നിർത്താൻ പറ്റില്ല. അതായത് ആദ്യം വരുന്ന പേഷ്യൻസിന് ഫസ്റ്റ് ചെല്ലുന്നത് ഫ്രണ്ട് ഓഫീസിലേക്കാണ്. അവരെ നല്ല രീതിയിൽ ഡീൽ ചെയ്താലല്ലേ അവരവിടെ നിൽക്കുള്ളൂ അല്ലേ? ഫ്രണ്ട് ഓഫീസിൽ ചെല്ലുന്ന പേഷ്യൻസിനോട് മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പിന്നെ എന്താ ആ വഴിക്ക് തന്നെ പോകും. പിന്നെ അവിടെ ഡോക്ടറിനെ കാണാനോ ട്രീറ്റ്മെന്റിനോ ഒന്നും നിൽക്കൂല. അപ്പൊ അത് അവര് നന്നായിട്ട് മാനേജ് ചെയ്യണം. ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ ഈ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് വരുന്ന പേഷ്യൻസിനെ നമ്മളവിടെ പിടിച്ചു നിർത്തണം അല്ലെ? നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യണം. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയർ ടീമിന്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇൻഎവിറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താ അനിവാര്യമായ ഭാഗമാണ്. ഓക്കെ, ഡോക്ടേഴ്സ്, nurses and other medical and administrative staff members depend upon the medical receptionist. കണ്ടോ, ഡോക്ടർമാര്, നേഴ്സുകള്, അതർ മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സ് ഇവരെല്ലാവരും ഈ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആശ്രയിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു ക്രിയേറ്റ് എ ഫ്രണ്ട്ലി, ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഒരു സൗഹൃദപരമായിട്ടുള്ള, വെൽക്കമിങ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ്, നന്നായിട്ട് സംഘടിതമായിട്ടുള്ള ഓർഗനൈസ് ചെയ്ത ഒരു ഫ്രണ്ട് ഓഫീസ് കൊടുക്കാൻ ആർക്ക്? ഫോർ പേഷ്യൻസ് ആൻഡ് പേഷ്യൻസിന് ഫോർ പേഷ്യൻസ് നോക്കാം. പേഷ്യൻസിന് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള, വെൽക്കമിങ് ആയിട്ടുള്ള, വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു മെഡിക്കൽ നല്ലൊരു ഇത് കൊടുക്കാനായിട്ട് എന്താ ഡോക്ടർമാരും നേഴ്സുകളും മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സും ഒക്കെ ആരെ ആശ്രയിക്കുന്നുണ്ട്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആശ്രയിക്കുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്തോട്ടോ. ഡോക്ടർമാരും നേഴ്സുകളും മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സും ആരെ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ ആശ്രയിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? അവരെന്താ ചെയ്യുന്നേ? ഫ്രണ്ട്ലി ആയിട്ടുള്ള, വെൽക്കമിങ് ആയിട്ടുള്ള, നല്ല സംഘടിതമായ, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഒരു റിസപ്ഷൻ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ ആശ്രയിക്കുന്നുണ്ട്. ആൻഡ് ടു ഫെസിലിറ്റേറ്റ്, അതുകൂടാതെ എന്താ? ടു ഫെസിലിറ്റേറ്റ്, സൗകര്യമൊരുക്കുക. എന്തിന്? ദ വെൽ ഫങ്ഷനിങ് ഓഫ് ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റലിലെ നല്ല പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ, ഹോസ്പിറ്റലിലെ നല്ല പ്രവർത്തനങ്ങൾ സുഗമമാക്കാനും പേഷ്യൻസിന് വേണ്ടിയിട്ട് ഒരു സൗഹൃദമായിട്ടുള്ള, വെൽക്കമിങ് ആയിട്ടുള്ള, വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും ഈ ഡോക്ടർമാരും നേഴ്സുകളും മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സും ഒക്കെ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ ആശ്രയിക്കുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞേക്കുന്നേ. എന്തിനു വേണ്ടിയാ? ക്രിയേറ്റ് ഫ്രണ്ട്ലി, വെൽക്കമിങ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ഫ്രണ്ട് ഓഫീസ് ഫോർ പേഷ്യൻസ്. ആർക്ക് വേണ്ടിയാ? ഫോർ പേഷ്യൻസ്. പേഷ്യൻസിന് വേണ്ടിയിട്ട് നല്ല സൗഹൃദപരമായിട്ടുള്ള, വെൽക്കമിങ് ആയിട്ടുള്ള, വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഓഫീസ് സൃഷ്ടിക്കാൻ ഈ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ ആശ്രയിക്കുന്നു. അതുകൂടാതെ എന്താ? ഹോസ്പിറ്റലിലെ നല്ല പ്രവർത്തനങ്ങള് അല്ലെ സുഗമമായി പ്രവർത്തിപ്പിക്കാനുള്ള സൗകര്യം കൊടുക്കാൻ, ഈ സുഗമമായി പ്രവർത്തിക്കുന്നതിനും ഏത് മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന് ഡോക്ടർമാരും നേഴ്സുമാരും മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മെമ്പേഴ്സും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പാരഗ്രാഫ് ക്ലിയർ അല്ലേ? ഇനി നോക്കിയേ, പ്രിൻസിപ്പൽ ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ്. ഇനി എന്തൊക്കെയാണ് ഒരു ഫ്രണ്ട് ഓഫീസിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത്? ഓക്കെ, to the need for professionally trained hospital front office executive. എന്താണ് ഒരു നല്ല പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന്റെ ആവശ്യകത എന്താണ്? അവിടെ ഒന്ന് ബ്രാക്കറ്റിൽ എഴുതി വെച്ചോട്ടോ. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സ് പറയുന്ന മറ്റൊരു പേരാണ് റിസപ്ഷനിസ്റ്റ്. ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സ് പറയുന്നതാണ് റിസപ്ഷനിസ്റ്റ്. ഫ്രണ്ട് ഓഫീസ് executives also known as receptionists. RECEPTIONIST. റിസപ്ഷനിസ്റ്റിന്റെ ആവശ്യകത എന്താണ്? ഒരു നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റിന്റെ ആവശ്യകത എന്താണ്? ഡിഫറെന്റ് ഫ്രം അതർ സർവീസ് ഇൻഡസ്ട്രി, മറ്റുള്ള ഒരു സേവന വ്യവസായത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് the hospital is where the people come to visit when either or their close one are unwell. നമ്മൾ എപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകുന്നേ?
എപ്പോഴാ പോകുന്നേ? വിസിറ്റ് ദ ഹോസ്പിറ്റൽ. ചുമ്മാ വെറുതെ ടൈം പാസ് ആയിട്ട് കുറച്ചു നേരം വെറുതെ പോയിരിക്കാം. നമ്മള് പാർക്കിലും ബീച്ചിലൊക്കെ പോകുന്ന പോലെയാണോ ഹോസ്പിറ്റലിൽ പോകുന്നേ? എപ്പോഴാ നമ്മൾ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്നത്? അല്ലെ, നമുക്ക് സുഖമില്ലാതെ ആകുമ്പോൾ, അസുഖം വരുമ്പോൾ, അല്ലെ, നമ്മുടെ രോഗം വരുമ്പോൾ, അസുഖം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് വൺസ്, നമ്മുടെ ബന്ധുക്കൾക്കോ അല്ലെ, അച്ഛനോ അമ്മയ്ക്കോ ചേച്ചിക്കോ ചേട്ടനോ നമ്മുടെ റിലേറ്റീവ്സിനോ ഈ അസുഖങ്ങൾ വരുമ്പോ വേണമെങ്കിൽ അവരെയും കൊണ്ട് പോകാം. അല്ലെങ്കിൽ നമുക്ക് രോഗങ്ങൾ വരുമ്പോഴും അതൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്നത്, അല്ലെ. മറ്റുള്ള സേവന വ്യവസായത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹോസ്പിറ്റലില് ആളുകൾ ചെല്ലുന്നത് എപ്പോഴാ? ഒന്നില്ലെങ്കിൽ അവർക്ക് അസുഖം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് വൺസ്, അല്ലെ, നമ്മുടെ വേണ്ടപ്പെട്ട റിലേറ്റീവ്സിനൊക്കെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ അവരെയും കൊണ്ടും ഒക്കെയാണ് നമ്മള്, അല്ലെങ്കിൽ അവരും എല്ലാം സുഖമില്ലാതെ കിടക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യും, അല്ലെ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. This make the people come to the hospital impatient. അപ്പോ എന്താ, ഈ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന ആളുകള് എങ്ങനെയായിരിക്കും? ഇംപേഷ്യന്റ്. ഇംപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ അക്ഷമര്, അല്ലെ, ക്ഷമയില്ലാത്ത. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് വല്ല അസുഖം വന്ന് നമ്മൾ വേഗം ചെല്ലുമ്പോ നമുക്ക് ക്ഷമയുണ്ടോ? കുറെ നേരം അവിടെ നിന്ന് ക്യൂ നിന്ന് നമുക്ക് ഇതെടുക്കാനുള്ള ഇതില്ല, അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ആയിരിക്കും. അയ്യോ, എനിക്ക് ഇനി ആ അസുഖമാണോ ഈ അസുഖമാണോ അങ്ങനെയാണോ എങ്ങനെയാണോ എന്നൊക്കെ നമുക്കൊരു ടെൻഷൻ ആയിരിക്കും. നമുക്ക് ആ ഡോക്ടറിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ ഡോക്ടർ മെഡിസിൻ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ വരേക്കും നമുക്കൊരു ടെൻഷൻ ആയിരിക്കും. അതായത് നമ്മൾ ആ റിസപ്ഷനിലേക്ക് ചെല്ലുന്ന പേഷ്യൻസ് എങ്ങനെയായിരിക്കും? അത് ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന പേഷ്യൻസ് ഇംപേഷ്യന്റ്, അക്ഷമരായിരിക്കും. ആൻഷ്യസ് എന്ന് പറഞ്ഞാൽ ആകാംക്ഷ നിറഞ്ഞവരായിരിക്കും, അല്ലെ, ആകാംക്ഷ നിറഞ്ഞവരായിരിക്കും. ആൻഡ് ക്യൂരിയസ്. ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ ജിജ്ഞാസ. ജിജ്ഞാസയുള്ളവരായിരിക്കും. അയ്യോ, എനിക്ക് എന്തായിരിക്കും രോഗം? ഇന്ന രോഗമായിരിക്കോ, അല്ലെ. എല്ലാ സിംറ്റംസ് ഒക്കെ വന്ന് നമ്മുടെ ഡോക്ടറിനെ കാണാൻ പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് നമുക്ക് അവിടെ ഒരു പെട്ടെന്ന് അതെന്താന്ന് ഡയഗ്നോസ് ചെയ്യുന്നവരേക്കും നമ്മൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും. നമുക്ക് അക്ഷമരായിരിക്കും, അല്ലെ, ആൻഷ്യസ്, ആകാംക്ഷയുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ജിജ്ഞാസ നിറഞ്ഞ ഇതൊക്കെ ആയിരിക്കും നമുക്കത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. പീപ്പിൾ കം ടു ദ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റലിൽ ചെല്ലുന്ന പേഷ്യൻസ് എങ്ങനെയായിരിക്കും? ഇംപേഷ്യന്റ്, ആൻഷ്യസ് ആൻഡ് ക്യൂരിയസ്. Here comes the importance or necessity of handling such patients or their family members with a more professionalism, sympathy, empathy, and courtesy, following all the hospital operational protocol. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നേ? ഒന്നില്ലെങ്കിൽ നമുക്ക് രോഗമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് വൺസ്, അല്ലെ, റിലേറ്റീവ്സോ ആരെങ്കിലും അവർക്ക് സുഖമില്ലാതെ അവരെ കൊണ്ടോ അങ്ങനെ, അല്ലെങ്കിൽ അവരെ വിസിറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന പേഷ്യൻസ് വളരെ അക്ഷമരും, ജിജ്ഞാസയുള്ളവരും, ആകാംക്ഷ നിറഞ്ഞവരുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമല്ലേ, അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിങ്ങനെ ടെൻഷനായിട്ട് വന്ന ആളുകള്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഇത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെ. അതുകൊണ്ട് വളരെയധികം പ്രധാനമുണ്ട് അവരെ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. പേഷ്യൻസിനെയും അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയും ഒക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. അതെങ്ങനെ വേണം? പ്രൊഫഷണലിസം, കൂടുതൽ പ്രൊഫഷണൽ ആയിട്ട്, ഒരു പ്രവൃത്തിപരമായിട്ട്. സിമ്പത്തി. സിമ്പത്തി എന്ന് പറഞ്ഞാൽ എന്താ? സഹതാപം. സഹതാപത്തോടുകൂടി. അവരെങ്ങനെയാ? നമ്മൾ ദേഷ്യപ്പെട്ടോ അല്ലെങ്കിലും ഞങ്ങൾ ഇതെന്നും കാണുന്നതാണ് ആ രീതിക്ക് അങ്ങനെ എടുക്കാൻ പാടില്ല. അപ്പൊ എങ്ങനെയായിരിക്കണം? ഒരു നല്ലൊരു സഹതാപത്തോടു കൂടി. എംപതി. എംപതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി. ഏതെങ്കിലും വേർഡിന്റെ മീനിങ് അറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. എംപതി, സഹാനുഭൂതിയോടുകൂടി. ആൻഡ് കേഴ്സി. കേഴ്സി എന്ന് പറഞ്ഞാൽ എന്താ? മര്യാദയോടുകൂടി. മര്യാദയോടുകൂടി. ഫോളോയിങ് ഓൾ ഹോസ്പിറ്റൽ ഓപ്പറേഷണൽ പ്രോട്ടോകോൾസ്. ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനപരമായിട്ടുള്ള പ്രോട്ടോകോൾസ്, നിയമങ്ങളും ഫോളോ ചെയ്തുകൊണ്ട് ഇങ്ങനെ വരുന്ന പേഷ്യൻസിനെ നമ്മൾ കൂടുതൽ പ്രവൃത്തിപരമായിട്ടും, അല്ലെങ്കിൽ സിമ്പതിയോടുകൂടി, എംപതിയോടുകൂടി, കേഴ്സി മര്യാദയോടുകൂടി, സഹാനുഭൂതിയോടുകൂടി ഒക്കെ വേണം അങ്ങനെയുള്ള പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാൻ. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. എങ്ങനെ വേണം നമ്മൾ അവരെ കൈകാര്യം ചെയ്യാനായിട്ട്? വിത്ത് മോർ പ്രൊഫഷണലിസം, സിമ്പതി സഹതാപം, എംപതി സഹാനുഭൂതി,
കേഴ്സി മര്യാദ അല്ലെ. നിങ്ങൾ പറയുന്നേ ഞാനിവര് നോക്കട്ടെ, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റോ? മര്യാദയോട് കൂടി അല്ലെ, നല്ലൊരു അവരെ നമ്മള് നോക്കുന്നുണ്ട്, കുറെ പറയുന്നുണ്ട് കേട്ടോ. ചാപ്റ്ററിൽ ഡീറ്റെയിൽ പറയുന്നുണ്ട്. അവരുടെ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടീസ്, കാര്യങ്ങൾ, അവർക്ക് വേണ്ട ക്വാളിറ്റീസ് എല്ലാം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വരുന്ന പേഷ്യൻസിനെ നല്ല മര്യാദയോട് കൂടിയൊക്കെ വേണം, ഒരു സഹാനുഭൂതിയോട് കൂടി അല്ലെ, മര്യാദയോട് കൂടി, സഹതാപത്തോടു കൂടി ഒക്കെ വേണം അവരെ ഹാൻഡിൽ ചെയ്യാൻ. അവരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനല്ലേ. നമ്മുടെ വീട്ടിലേക്കാണെങ്കിൽ വന്ന ആൾക്കാര് ആരെങ്കിലും വിസിറ്റേഴ്സ് വരികയാണെങ്കിൽ നമ്മൾ അവരോട് ദേഷ്യത്തോട് അല്ലെങ്കിൽ നമ്മൾ അവരെ പരിഗണിക്കാതെ ഇട്ടു കഴിഞ്ഞാൽ അവര് പിന്നെ വരുമോ? അതുപോലെ തന്നെ സെയിം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മളോടൊരു മര്യാദയും അല്ലെങ്കിൽ ഒരു ഇതൊന്നും കാണിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നെ പോയി പണി നോക്കാൻ പറയൂലേ. ഇഷ്ടംപോലെ ഹോസ്പിറ്റലുകൾ ഉണ്ട്, അതല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഉണ്ട് അവിടെ. അപ്പൊ നമ്മൾ ആ പേഷ്യൻസിനെ സത്യമായിട്ടുള്ള കാര്യം അല്ലെ, അതായത് നമ്മൾക്ക് അവിടെ ഒരു പ്രിഫറൻസ് കൊടുക്കണം അല്ലെ. വരുന്ന പേഷ്യൻസിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ട് അവരോട് സ്നേഹത്തോടു കൂടി മര്യാദയോടു കൂടി അവരെ പരിഗണിക്കുന്ന ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനപരമായിട്ടുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് വേണം അവരെ ഹാൻഡിൽ ചെയ്യാൻ. അതാണ് റിസപ്ഷനിസ്റ്റിന്റെ ഇതെന്ന് പറയുന്നത് അല്ലെ. വരുന്ന പേഷ്യൻസിനെ അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നത്, വേറെ ഹോസ്പിറ്റലിലേക്ക് ഒന്നും വിടരുത്. അപ്പൊ അതേ രീതിയിൽ മാനേജ് ചെയ്യുന്നത് അവരാണ്. ഓക്കെ, ഇനി അത് ആ പോയിന്റ്സുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത പ്രൊഫഷണലിസം, സിമ്പതി, എംപതി, കേഴ്സി. അടുത്ത് നോക്കിയേ, the front office is the department of the hospital which directly makes contact with the patient where they first arrive. ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആ സെന്റൻസ് അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്തിടാം. ഡാഷ് ഈസ് എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞുകൊണ്ട് സെന്റൻസ് ഫസ്റ്റ് ഡാഷ് ഇട്ട് തരും. ഓക്കെ, ദ ഫ്രണ്ട് ഓഫീസ് ഈസ് എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഈ ഫ്രണ്ട് ഓഫീസ് എന്ന് പറഞ്ഞ എന്താ? ഹോസ്പിറ്റലിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫ്രണ്ട് ഓഫീസ്. അവിടെ എന്താ? വിച്ച് ഡയറക്ട്ലി മേക്ക് കോണ്ടാക്ട് വിത്ത് പേഷ്യന്റ് വെർ ദേ ഫസ്റ്റ് അറൈവ്. ആദ്യമായിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന പേഷ്യൻസ് ആദ്യം ബന്ധപ്പെടുന്ന സ്ഥലം, ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലമാണ് ദ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്. അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ഫ്രണ്ട് ഓഫീസ് അപ്പൊ പേഷ്യൻസ് ആദ്യം ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നത് സ്ഥലം ഏതാ? The front office. അണ്ടർലൈൻ ചെയ്ത എല്ലാവരും. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയറിലും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. The front office is a department of the hospital which directly make a contact with the patient where they first arrive. ആദ്യമായിട്ട് ഒരു പേഷ്യൻസ് ചെല്ലുമ്പോൾ, ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലമാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, the staff of this department are directly family members. ഇനി എന്താ? ഈ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ എങ്ങനെയായിരിക്കണം? നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ ആയിരിക്കണം എന്ന് ഉണ്ടോ? നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമുക്കൊരു പ്രത്യേക ഇതില്ലേ? നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് ആ സ്നേഹിക്കും എല്ലാം ഉണ്ട് നമുക്ക്. അല്ലാത്ത ഒരു ആളുകളോ ആയിട്ടോ ഇതുപോലെ അല്ലല്ലോ. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള്, the staff of this department, ഈ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകള് എങ്ങനെയായിരിക്കണം? ഡയറക്ട്ലി മേക്ക് ഫാമിലി മെമ്പേഴ്സ്, ഡയറക്ട്ലി ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെ ആയിരിക്കണം. Then it is the function as a central point of contact across the organization. ഈ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് ഒരു കേന്ദ്ര സ്ഥാനമാണ്. എന്താ? ആ ഒരു സ്ഥാപനത്തിലൂടെ ഉടനീളം ഒരു കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു സെൻട്രൽ പോയിന്റ് ആണ് ഫ്രണ്ട് ഓഫീസ്. അതായത് ആദ്യം അല്ലെ, അവിടെ നിന്ന് നമുക്ക് ഏത് ഇതിലേക്കും റിസപ്ഷനിൽ നമ്മൾ ചെന്ന് അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് നമ്പറൊക്കെ കിട്ടും. ആ നമ്പറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ അല്ലെ MRD നമ്പറൊക്കെ, ആ നമ്പർ വെച്ചിട്ടാണ് ആ ഹോസ്പിറ്റലിലെ എല്ലാ പ്രോസസ്സും അതിൽ കൂടെ എല്ലാം ഹാൻഡിൽ ചെയ്ത് പോകുന്നത് അല്ലെ. എവിടെ ചെന്നാലും നമ്മുടെ ആ നമ്പറാണ്, പിന്നെ പേരിനേക്കാളും ഉപരി ആ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ? ഇത് സെൻട്രൽ പോയിന്റ് ആണ് അല്ലെ, പോയിന്റ് ഓഫ് കോണ്ടാക്ട് അക്രോസ് ദ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഉടനീളമുള്ള കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു സെൻട്രൽ പോയിന്റ് ആണ് ഇത് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ഫംഗ്ഷൻ. അണ്ടർലൈൻ ചെയ്തിട്ടേ, it function as a central point of contact across the organization. The department maintains information and the records of all the patients of the hospital. ഈ ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യുന്നേ? എന്താ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്? മെയിൻറ്റെയിൻ
information and the records of all the patients of the hospital. ഹോസ്പിറ്റലിലെ എല്ലാ പേഷ്യൻസിന്റെയും അല്ലെ, ഹോസ്പിറ്റലിലെ എല്ലാ പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങള്, അവരുടെ റെക്കോർഡുകള്, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏതാ? ഫ്രണ്ട് ഓഫീസിലാണ്. റെക്കോർഡ് കാര്യങ്ങളെല്ലാം അവര് മെയിൻറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക, കീപ്പ് ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസിലാണ്. അണ്ടർലൈൻ ചെയ്തോട്ടാ. The department maintains information and the records of all the patients of a hospital. ഹോസ്പിറ്റലിൽ ഇപ്പൊ എത്ര പേഷ്യൻസ് ഉണ്ട്, ആ പേഷ്യൻസിന്റെ എല്ലാ വിവരങ്ങളും അടങ്ങുന്ന വിവരങ്ങളും അതുപോലെ തന്നെ റെക്കോർഡുകളും മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്, ഈ ഫ്രണ്ട് ഓഫീസിൽ ചെയ്യുന്നത്. It also play an important role in forming overall impression of the service produced by the organization. ഒരു കാര്യം കൂടി ഉണ്ട്. It also play an important role, ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ടെന്ന്. എന്തിന്? In forming overall impression, അല്ലെ, മൊത്തത്തിലുള്ള ഒരു ഇംപ്രഷൻ കിട്ടുന്നതിന് ഫ്രണ്ട് ഓഫീസ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. Of the service provided by the organization. ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അല്ലെ, അതിന്റെ ഓവറോൾ ഇംപ്രഷൻ ഏതാണ്? ഈ ഫ്രണ്ട് ഓഫീസ് എന്ന് അറിയാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മളാണെങ്കിലും വീട്ടിൽ ചെന്ന് കയറുമ്പോൾ നമ്മള് ഒരു പരിചയമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ അവിടെ ആ സിറ്റ് ഔട്ടിലേക്ക് ഫസ്റ്റ് നമ്മൾ സിറ്റ് ഔട്ട് അല്ലെ, സിറ്റ് ഔട്ടിലേക്ക് കയറി ചെല്ലുമ്പോ തന്നെ നമ്മൾ ആ ഒരു വീടിനെ കുറിച്ചുള്ള ഒരു ഇംപ്രഷൻ കിട്ടൂലേ? കയറി ചെല്ലുന്ന ഇടം തന്നെ ഒരു വൃത്തിയില്ല, എല്ലാരും ഇങ്ങനെ വാരി വലിച്ചൊക്കെ ഇട്ടേക്കുവാണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ മനസ്സിലാവും അല്ലെ എത്രത്തോളം നീറ്റായിട്ടുള്ള വീടാണ്, അല്ലെങ്കിൽ അവിടെ ആളുകൾ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റും. അതുപോലെ നമുക്ക് ഇപ്പൊ നമ്മൾ ആ ഈ ഹോസ്പിറ്റലിന്റെ ആ ഫ്രണ്ട് ഓഫീസിലേക്ക് ചെല്ലുമ്പോ അവിടെ എല്ലാം നല്ല നീറ്റാണ്, കൃത്യമാണ്, പേഷ്യൻസിനോട് കൈകാര്യം ചെയ്യുന്നത്, അവര് ഡീൽ ചെയ്യുന്നത് എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ആ മൊത്തത്തില് നമുക്ക് അപ്പൊ തന്നെ മനസ്സിൽ തോന്നൂലേ, ഇത് കൊള്ളാട്ടോ, ഹോസ്പിറ്റൽ കൊള്ളാം എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരൂലേ? മൊത്തത്തിലൊരു ഇംപ്രഷൻ കിട്ടൂലേ? ഇപ്പൊ നമ്മള് ചെന്ന് കുറെ നേരം ഇരുന്നിട്ട് നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, നോക്കില്ല, അപ്പൊ നമുക്ക് എന്താ പറയാ, ഇതാണ് ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇത്ര നേരമായിട്ട് നമ്മളൊന്ന് നോക്കിയും കൂടി ഇല്ല, അല്ലെങ്കിൽ ഇവിടെ കിടക്കാൻ നോക്കി ഒരു വൃത്തിയില്ലാതെ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഓർഡർ അല്ലാതെയൊക്കെ ഒരു ഇതാണെന്നുള്ളൊരു ഇതായിരിക്കും വരുന്നത്. അപ്പൊ നമ്മളെപ്പോഴും ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ പറയണേ അല്ലെ? നമ്മൾ കയറി ചെല്ലുന്നത് എവിടെയാ? പേഷ്യൻസ് ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന ഫ്രണ്ട് ഓഫീസ്. അവിടെ നല്ല ഇംപ്രഷൻ ആണെങ്കിൽ നമുക്ക് അതാണ് നമ്മൾ ആ ഹോസ്പിറ്റലിലെ ആ സർവീസ്, ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെ കുറിച്ച് നമുക്കൊരു നല്ലൊരു ഇംപ്രഷൻ കിട്ടും. ആദ്യം ചെല്ലുന്ന ഇടം തന്നെ നല്ല നീറ്റാണ്, എല്ലാ കാര്യങ്ങളും ഓർഡർ ആയിട്ടാണ്, നല്ല രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കിവിടെ മനസ്സിൽ തോന്നും, ഇത് കൊള്ളാം, ഹോസ്പിറ്റലിൽ നല്ല ക്വാളിറ്റി സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും കൃത്യമാണ് എന്നൊരു തോന്നല് നമുക്ക് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് മൊത്തത്തിലുള്ള ഒരു ഇംപ്രഷൻ കിട്ടാനായിട്ട് ഈ ഫ്രണ്ട് ഓഫീസ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക്, അടുത്ത സെക്ഷനിലേക്ക് പോകുള്ളൂ. അപ്പൊ കയറി ചെല്ലുന്ന ഇടം തന്നെ നല്ല ഓക്കെ ആണെങ്കിൽ, നല്ല ഇംപ്രഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഹോസ്പിറ്റലിന് മൊത്തത്തിലൊരു ഇംപ്രഷൻ കിട്ടുള്ളൂ. It also play an important role in forming overall impression of the service provided by the organization. ആ ഒരു സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനെ മൊത്തത്തിലുള്ള ഒരു ഇംപ്രഷൻ കിട്ടുന്നതിന് ഈ ഫ്രണ്ട് ഓഫീസ് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. Dash play an important role. അങ്ങനെ ചോദിക്കാം. അണ്ടർലൈൻ ചെയ്ത് ഡാറ്റ സെന്റൻസ് 3 സെന്റൻസ് ആണ്. 4 സെന്റൻസ് അതിനകത്ത് നോക്കാം. ഒന്നാമത്തെ ഡാഷ് ഈസ് എ ഡിപ്പാർട്ട്മെന്റ്, ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടാ. ഇനി വേണമെങ്കിൽ ചോദിക്കാം രണ്ടാമത്തെ സെന്റൻസ്, ദ സ്റ്റാഫ് ഓഫ് ദിസ് ഡിപ്പാർട്ട്മെന്റ് ആർ ഡയറക്ട്ലി ഡാഷ്. ആരെ പോലെ ആവണം? ആ ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് ഫാമിലി മെമ്പേഴ്സിനെ പോലെ ആവണം. പിന്നെ പറഞ്ഞത് നമ്മള് ആ സെൻട്രൽ പോയിന്റ് ആണ്, ഹോസ്പിറ്റലിൽ കോണ്ടാക്ട് ചെയ്യാനുള്ള, ഓർഗനൈസേഷനോടുനീളം കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു കേന്ദ്ര സ്ഥാനമാണ് ഫ്രണ്ട് ഓഫീസ്. അതായിട്ട് പ്രവർത്തിക്കുക, സെൻട്രൽ പോയിന്റ് ആയിട്ട് പ്രവർത്തിക്കുക, അതാണ് ഫംഗ്ഷൻ. പിന്നെ അടുത്ത് എന്താ? അവിടെ എന്താ ചെയ്യുന്നത്? എല്ലാ പേഷ്യൻസിന്റെയും റെക്കോർഡും ഇൻഫർമേഷനും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഡിപ്പാർട്ട്മെന്റിലാണ്. പിന്നെ എന്താ? ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് ആ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള ഒരു ഇംപ്രഷൻ അത് ഫോം ചെയ്യുന്നതിന് ഈ ഫ്രണ്ട് ഓഫീസ് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. പാരഗ്രാഫ് ക്ലിയർ അല്ലേ? എല്ലാരും തന്നെ വൺ വേർഡ് ആയിട്ട് ചോദിക്കാം കേട്ടോ. അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഇനി നോക്കിയേ, the friend
desk position. അടുത്ത നോക്കിയേ, front desk position is often the first person that the patient or their family, the well-wishers, interact while contacting with a hospital. ഒരു ഹോസ്പിറ്റലുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ, ഇന്ററാക്ട് ചെയ്യുമ്പോൾ ആ പേഷ്യൻസ്, അവരുടെ വെൽവിഷേഴ്സ്, അഭ്യുദയകാംക്ഷികള്, അവരുടെ വെൽവിഷേഴ്സ്, ഇവരെല്ലാവരും ആദ്യം ഇടപെടുന്ന സ്ഥലം ഏത് പൊസിഷനാ? ആദ്യം ഇടപെടുന്ന എവിടെയാ? the front desk position. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തതാട്ടോ. Dash is often the first person that the patient or their well-wishers interact while contacting with the hospital. First interact ചെയ്യുന്ന പൊസിഷൻ ഏതാണ്? ഡാഷ് പൊസിഷൻ ഈസ്, അങ്ങനെ ചോദിക്കാട്ടോ. the front desk പൊസിഷൻ ആണ്. ആദ്യം ഈ പേഷ്യൻസോ അവരുടെ വെൽവിഷേഴ്സ്, അഭ്യുദയകാംക്ഷികളോ ഹോസ്പിറ്റലുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ആദ്യം ഇന്ററാക്ട് ചെയ്യുന്ന സ്ഥലമാണ് ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ. സോ അതുകൊണ്ട് നോക്കിയേ, they are essentially the face and voice of the hospital. ആ ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫേസ് ആൻഡ് വോയിസ്, മുഖവും ശബ്ദവുമാണ് ഹോസ്പിറ്റലിന്റെ. ഏതാ? ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ. അണ്ടർലൈൻ ചെയ്തിട്ടോ. Face and the voice of the hospital. So they are essentially the face and the voice of the hospital. Face ഉം voice ഉം കൂടിയാണ് ഈ കാരണങ്ങൾ കൊണ്ട്. Okay, and for this reason they play an important role in the representing the organization. കണ്ടോ? അതുകൊണ്ട് ഈ ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ ഫേസും വോയിസും കൂടിയാണ്. അതുകൊണ്ട് എന്താണ്? ആ ഒരു ഓർഗനൈസേഷനെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്നതുണ്ട് ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് അല്ലേ? ആ ഒരു ഓർഗനൈസേഷനെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെ? റെപ്രസെന്റ് ചെയ്യുന്നതില് ഒരു ഇമ്പോർട്ടന്റ് റോൾ ആർക്കുണ്ട്? ദ ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ ഉണ്ട്. They play an important role in the representing the organization. ആ ഒരു സ്ഥാപനത്തെ റെപ്രസെന്റ് ചെയ്യുന്നതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ, ഒരു റോൾ ഉണ്ട് ദ ഫ്രണ്ട് ഡെസ്ക് പൊസിഷന്. രണ്ട് കാര്യങ്ങൾ നോക്കി വെക്കുക അതിനകത്ത്. ഡാഷ് ഈസ് ഓഫൻ ദ ഫസ്റ്റ് പേഴ്സൺ, അത് നോക്കി വെക്കുക. ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സിനെ നമുക്ക് റിസപ്ഷനിസ്റ്റ് എന്ന് പറയാം കേട്ടോ. റിസപ്ഷനിസ്റ്റ്, ഫ്രണ്ട് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സിനെ റിസപ്ഷനിസ്റ്റ് എന്ന് പറയാം. റിസപ്ഷനിസ്റ്റ്. ഇനി അടുത്ത് നോക്കിയേ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ പാരഗ്രാഫ്? ഫസ്റ്റ് പാരഗ്രാഫില് നമ്മൾ പറഞ്ഞു പേഷ്യൻസ് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലമാണ് ഏത്? ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന പേഷ്യൻസ് എങ്ങനെയായിരിക്കും? അവര് ഇംപേഷ്യന്റ്, അക്ഷമരായിരിക്കും, ആകാംക്ഷ നിറഞ്ഞവരായിരിക്കും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അവരും അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കുറച്ചും കൂടി നമ്മൾ നല്ലൊരു സഹതാപത്തോടു കൂടി, ഒരു സ്നേഹത്തോടു കൂടി, കുറച്ചും കൂടി പ്രവൃത്തിപരമായിട്ട്, അല്ലെ, കേഴ്സി മര്യാദയോടു കൂടി വേണം അവരെ ഹാൻഡിൽ ചെയ്യാൻ. അതും ഹോസ്പിറ്റലിലെ പ്രവർത്തന പ്രോട്ടോകോളുകൾ, നിയമങ്ങൾ അത് ഫോളോ ചെയ്തുകൊണ്ട് ഈ രീതിയിലൊക്കെ വേണം അവരെ ഹാൻഡിൽ ചെയ്യാൻ. പിന്നെ നമുക്ക് ഈ ഒരു പേഷ്യൻസ് ആദ്യമായിട്ട് ഹോസ്പിറ്റൽ ചെല്ലുമ്പോൾ കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലമാണ് ദ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. ആ ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റാഫ് എങ്ങനെയായിരിക്കണം? ഫാമിലി മെമ്പേഴ്സിനെ പോലെ ആയിരിക്കണം. നമ്മുടെ അതുപോലെ നമ്മളോട് ഡീൽ ചെയ്യണം. ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത രീതിയിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പാടില്ല. ആ സ്റ്റാഫ്, ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫ് എപ്പോഴും എങ്ങനെയായിരിക്കണം? ഫാമിലി മെമ്പേഴ്സിനെ പോലെ ആയിരിക്കണം, അല്ലേ? പിന്നെ അതൊരു സെൻട്രൽ പോയിന്റ് ആണ്. ഫംഗ്ഷൻ എന്താ? നമ്മൾ ആ സ്ഥാപനത്തിലുടനീളം ബന്ധപ്പെടാനുള്ള, കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു കേന്ദ്ര സ്ഥാനമാണ് ഈ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. ഈ ഡിപ്പാർട്ട്മെന്റ് ഈ പേഷ്യൻസിന്റെയും ആ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ വിവരങ്ങളും ഒക്കെ അതുപോലെ റെക്കോർഡുകളും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള ഒരു ഇംപ്രഷൻ അതിന് ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്നു. പിന്നെ ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ ആണ് പറയുന്നത്, അല്ലെ? പേഷ്യൻസോ അവരുടെ വെൽവിഷേഴ്സോ ആദ്യം ഇടപഴകുന്നത് ഏതാണ്?
ഇടപെടുന്ന പൊസിഷൻ ആണ് ദ ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഫ്രണ്ട് ഡെസ്ക് പൊസിഷൻ എന്താ? ഫേസ് ആൻഡ് വോയിസ് ആണ്. ആ ഹോസ്പിറ്റലിന്റെ മുഖവും ശബ്ദവുമാണ്. അതുകൊണ്ട് തന്നെ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ഒരു സ്ഥാപനത്തെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട് അവർക്ക്. ഫ്രണ്ട് ഡെസ്ക് പൊസിഷന് ഫ്രണ്ട് ഡെസ്ക് പൊസിഷന് പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. ഇനി നോക്കിയേ, വാട്ട് ഡസ് ദ ടേം കസ്റ്റമർ മീൻ? എന്താണ് കസ്റ്റമർ? കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഉപഭോക്താക്കൾ, അല്ലെ? കസ്റ്റമേഴ്സ്. നമ്മളും ഏതെങ്കിലും സ്ഥിരമായിട്ട് ഏതെങ്കിലും ഷോപ്പിന്റെ കസ്റ്റമർ ആയിരിക്കും, അല്ലെ? അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ കസ്റ്റമർ ആയിരിക്കും, അല്ലെ? സ്ഥിരമായിട്ട് നമ്മൾ പോകുന്ന ഹോസ്പിറ്റലുകള്, ഷോപ്പുകള്, അത് നമ്മൾ അവിടുത്തെ സ്ഥിരം കസ്റ്റമർ എന്ന് പറയാൻ പാടില്ലേ? കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഉപഭോക്താക്കൾ. എന്താണ് കസ്റ്റമർ എന്ന് പറയുന്നത്? എ കസ്റ്റമർ ഈസ് റെഫേർഡ് ടു ആസ് ഇൻഡിവിജ്വൽ ഓർ ഹൗസ് ഹോൾഡ്. ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് കേട്ടോ. ഒരു കൂട്ടം ആളുകള്, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോ that purchase goods and services generated within the economy. Economy എന്ന് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥ. സമ്പദ് വ്യവസ്ഥ, എക്കണോമി. ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ഒരു സർവീസോ അല്ലെങ്കിൽ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ട് സാധനങ്ങളോ പർച്ചേസ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വലിനെയോ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെയോ ആണ് കസ്റ്റമർ എന്ന് പറയുന്നത്. എന്താണ് കസ്റ്റമർ? ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്നും എന്താണ് ഒരു കൂട്ടം സാധനങ്ങളാകാം അല്ലെങ്കിൽ സേവനങ്ങളാകാം. ഇപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് സർവീസ് അല്ലേ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത്, അല്ലെ? സർവീസ് ആണ്. ഇപ്പൊ നമ്മള് ഷോപ്പാക്കിയാണെങ്കിൽ ഗുഡ്സ്, അവിടെ സാധനങ്ങളാണ്, അല്ലെ? ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഒരു സർവീസോ അല്ലെങ്കിൽ ഗുഡ്സോ പർച്ചേസ് ചെയ്യുന്ന ഒരാള്, ഒരു ഇൻഡിവിജ്വൽ ആകാം, അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതേ ഹൗസ് ഹോൾഡ്, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവരെയാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അത്. Dash is referred to as an individual or household that purchase goods and services generated within the economy. Okay, customer. Any. The word is historically derived from custom. ഇനി കസ്റ്റമർ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത് ഏതിൽ നിന്നാ? കസ്റ്റം എന്നുള്ള വേർഡിൽ നിന്നാണ്. അണ്ടർലൈൻ ചെയ്തിട്ടോ, മിക്കവാറും ചോദിക്കാറുണ്ട്. The word customer is historically derived from dash. ഏത് വേർഡിൽ നിന്നാ? കസ്റ്റം. What is the meaning? ഇനി എന്താ മീനിങ് നോക്കിയ? കസ്റ്റമിന്റെ മീനിങ് എന്താ? ഹാബിറ്റ്. ഹാബിറ്റ്, ഹാബിറ്റ്, ഹാബിറ്റ് ആണ്. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ശീലം അല്ലെങ്കിൽ സ്വഭാവം. ശീലം, നമ്മുടെ ഹാബിറ്റ്, നമ്മുടെ സ്വഭാവം. ആ ഹാബിറ്റ് എന്ന മീനിങ് ആണ് കസ്റ്റം എന്നുള്ള വേർഡിന്. അപ്പൊ കസ്റ്റമർ എന്ന വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത് കസ്റ്റം എന്നുള്ള വേർഡിൽ നിന്നാണ്. എന്താണ് മീനിങ്? ഹാബിറ്റ് അല്ലെങ്കിൽ ശീലം, സ്വഭാവം എന്ന മീനിങ് ഉള്ള കസ്റ്റം എന്ന വേർഡിൽ നിന്നാണ് കസ്റ്റമർ എന്ന വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത്. A customer is someone who frequently consults a particular shop and make it a habit to purchase goods from there, and with whom the shopkeeper had to maintain a relationship to keep his or her custom, which means expected purchase in future. എന്താ പറഞ്ഞേക്കുന്നത്? ഈ ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞത് എന്താണ്? ആരാണ്? ഈ someone who frequently consists a particular shop. ഒരു പ്രത്യേക ഷോപ്പിൽ നിന്ന് സ്ഥിരമായിട്ട്, അല്ലെ, ഫ്രീക്വന്റ്ലി അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ പർച്ചേസ് ചെയ്യുന്ന ആളാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. നിങ്ങളും ഉണ്ടാവുമല്ലോ, അല്ലെ? സ്ഥിരം ഒരു ബ്യൂട്ടി പാർലറിന്റെ കസ്റ്റമർ ആയിരിക്കുമല്ലോ. സ്ഥിരം ഫേഷ്യൽ ചെയ്യാൻ, ത്രെഡ് ചെയ്യാൻ ഒക്കെ സ്ഥിരം പാർലേഴ്സിൽ പോകാറില്ലേ? അല്ലെ? അവിടുത്തെ കസ്റ്റമറാ നിങ്ങള്. അതാണ് ആ പർട്ടിക്കുലർ ഷോപ്പിൽ പതിവായി പോകുന്നവര്. ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ ആ കൃത്യമായ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ 2 പ്രാവശ്യമോ ഒക്കെ സ്ഥിരമായിട്ട് അങ്ങനെ പോകുന്നതാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. ആൻഡ് മേക്ക് ഇറ്റ് ഹാബിറ്റ് ഓഫ് പർച്ചേസ് ഗുഡ് ഫ്രം ദെയർ. എന്തുണ്ട്? അവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സ്വഭാവമുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ ആരെങ്കിലും ഷോപ്പ് ഉണ്ട്, അവിടെ പോയി പതിവായിട്ട് സാധനങ്ങൾ മേടിക്കുന്നു, അല്ലെ? അങ്ങനെ നമ്മൾ ഒരു പർട്ടിക്കുലർ ഷോപ്പിൽ നിന്ന് സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സ്വഭാവമുണ്ട്. അവരാണ്
Then, and with whom the shopkeeper had to maintain relationship to keep his or her custom. നമ്മുടെ അവന്റെ അല്ലെ അവരുടെ ആ ഒരു കസ്റ്റമായിട്ട് എന്താ ഷോപ്പ് കീപ്പർ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പൊ ശിവപ്രിയ ആദ്യം തന്നെ തമ്മിട്ടാട്ടോ. ഞാൻ ആദ്യം കണ്ടതാണ് ശിവപ്രിയ ബ്യൂട്ടി പാർലറിന്റെ കാര്യം പറയുമ്പോ ബ്യൂട്ടി പാർലർ ശിവപ്രിയ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ശിവപ്രിയ സ്ഥിരമായിട്ട് ചെല്ലുന്നതായതുകൊണ്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഇല്ലേ അല്ലേ? കണ്ടില്ലേ വേണി വിളിച്ചു വെക്കും, ആ ശിവപ്രിയ ഒന്നും വന്നില്ലേ ഷോപ്പിലേക്ക് ഇറങ്ങാനല്ലേ എന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ടാവും, നിങ്ങൾ ചെല്ലുമ്പോ തന്നെ നിങ്ങൾക്ക് ഒരു പ്രിഫറൻസ് ഉണ്ടാവും, നിങ്ങൾ പതിവായിട്ട് അവിടെ പോകുന്നതാ അല്ലേ? കൃഷ്ണേന്ദു അങ്ങനെ സ്ഥിരമായിട്ട് പോണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോ കൃഷ്ണേന്ദുവിന് വേണ്ടി അന്വേഷിക്കും, കണ്ടില്ലെങ്കിൽ അയ്യോ കഴിഞ്ഞ ആഴ്ച കണ്ടില്ലോ കൃഷ്ണേന്ദു എന്തി വരാത്തെ. എന്തായാലും നമ്മൾ അവരുമായിട്ട് ഇപ്പൊ സ്ഥിരമായിട്ട് നമ്മളൊരു ഷോപ്പിൽ പോവുകയാണെങ്കിൽ എന്താണ് ആ അവിടുത്തെ ആ ഷോപ്പ് കീപ്പർ നമ്മളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. എന്തിനു വേണ്ടിയാ ആർക്കെങ്കിലും പറയാമോ? എന്തിനു വേണ്ടിയാ നമ്മളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണേ? ചോദിക്കും. കൃഷ്ണേന്ദു ചോദിക്കുന്നു, കൃഷ്ണേന്ദുവിനെ കണ്ടില്ലെങ്കിലേ ചോദിക്കുന്നു. വെരി ഗുഡ്. എന്താ വീണ്ടും വരാൻ? അതെന്താ അവരുടെ മാർക്കറ്റിംഗ്, അവരുടെ ഒരു ട്രിക്കാണ് അല്ലെ, ഒരു തന്ത്രാണ്. എന്താ ആ കസ്റ്റമർ പോകാതിരിക്കാൻ. ശരിയാണ് അല്ലെ? വേറെ പാർലറിലേക്ക് പോകാതിരിക്കാൻ. പിന്നെ വീണ്ടും അവിടെ തന്നെ വന്ന് ആ ഷോപ്പിൽ തന്നെ വന്ന് പർച്ചേസ് ചെയ്യാൻ അതായത് വീണ്ടും അവിടെ തന്നെ വരാനുള്ളൊരു സൂത്രമാണ് ശരിക്കും. which means കണ്ട ലാസ്റ്റ് സെന്റൻസ് നോക്കിയേ, which means expected purchase in future അല്ലെ? നമുക്ക് എന്തിനു വേണ്ടിയിട്ടാ? വീണ്ടും നമുക്ക് ഭാവിയിലും നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം. ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ വീണ്ടും നമ്മൾ ആ ഷോപ്പിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ശീലം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്താണ് ഈ ഷോപ്പ് കീപ്പർ നമ്മളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ ചെല്ലുമ്പോ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആ വഴിക്ക് പോകും. അപ്പൊ നമ്മള് ഫ്രണ്ട്സിനോട് പറയും നമ്മൾ പോകില്ല എന്ന് മാത്രല്ല, ഇപ്പൊ ശിവപ്രവേണെങ്കിൽ അശ്വിനിയോട് പറയും, അശ്വിനി അവിടെ പോണ്ട കേട്ടോ, അവിടെ ബ്യൂട്ടി പാർലർ സുഖമില്ല, നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വെറുതെ അവിടെ നോക്കിയിരിക്കാനുള്ള കാര്യമുള്ളൂ, നമ്മളൊന്നും മൈൻഡും കൂടി ചെയ്യില്ല. അല്ലെങ്കിൽ നമുക്കൊരു പ്രത്യേക സ്ഥിരമായിട്ട് പോകുമ്പോ വേണമെങ്കിൽ പൈസയൊക്കെ കുറച്ച് തരാം അല്ലെ, അങ്ങനെയുള്ള ഇതൊന്നും നമ്മളോട് കാണിക്കണ്ട എന്നൊക്കെ വേണമെങ്കിൽ പറയും. നമുക്ക് അതൊരു ഇതല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് നമ്മൾ പറയൂലേ, എന്നാ വേറെ ഷോപ്പിൽ പോകുമ്പോ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് മൈൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു കൺസെഷൻ തന്നെയുണ്ട് സ്ഥിരമായിട്ട് വരുന്നത് കൊണ്ട്, അങ്ങനെയൊക്കെയാണെങ്കിൽ പറയും അല്ലെ? വിനീഷ് പറയൂലേ, അതെ ശിവപ്രിയേ നമുക്ക് ആ ഷോപ്പിൽ പോട്ടെ, അവിടെ നല്ല ഇതാണെന്നൊക്കെ നമുക്ക് പറയും. അതെന്താണ്? അത് അവരുടെ ഒരു ട്രിക്കാണ്. എന്താ? ഭാവിയില് വീണ്ടും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ? ആ ഷോപ്പിൽ നിന്ന് തന്നെ നമ്മൾ വീണ്ടും പർച്ചേസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെ വീണ്ടും ചെല്ലാൻ. നമ്മൾ ചെന്നാലല്ലേ അവർക്ക് നിലനിൽപ്പുള്ളൂ. ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിലും നമ്മുടെ പേഷ്യൻസ് ചെല്ലാതിരുന്നു കഴിഞ്ഞാൽ വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് റിസപ്ഷനിസ്റ്റ് എങ്ങനെയായിരിക്കണം? വരുന്ന പേഷ്യൻസിനെ വീണ്ടും വരുന്ന രീതിയിൽ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് അവരോട് നല്ല സ്നേഹത്തോടും സഹാനുഭൂതിയോടും അവരോട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തും ഒക്കെ നല്ലൊരു ഇത് ഉണ്ടാക്കിയെടുക്കണം. നല്ലൊരു റിലേഷൻഷിപ്പ് അവരുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ വീണ്ടും അവരവിടേക്ക് ചെല്ലുള്ളൂ. ഹോസ്പിറ്റലിലാണെങ്കിൽ പേഷ്യൻസ് വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ ചെല്ലുള്ളൂ, അല്ലെങ്കിൽ ഷോപ്പാണെങ്കിൽ ആ ഷോപ്പിലേക്ക് വീണ്ടും ആ കസ്റ്റമർ ചെല്ലുള്ളൂ. അതെല്ലാം എന്താണ്? ഭാവിയിലേക്ക് വീണ്ടും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ. സെന്റൻസ് 2 പോയിന്റ് കിട്ടിയില്ലേ? കസ്റ്റമർ എന്ന് പറഞ്ഞ ആരാണ്? ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് സാധനങ്ങളോ സേവനങ്ങളോ പർച്ചേസ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആവാം. അവരെയാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. ഇനി കസ്റ്റമർ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്ത് കസ്റ്റം എന്ന വേർഡിൽ നിന്നാണ്. വാട്ട് ഇസ് ദ മീനിങ്? ഹാബിറ്റ്. കസ്റ്റം എന്ന വേർഡിന്റെ മീനിങ് ഹാബിറ്റ് എന്നാണ്. എന്താണ് കസ്റ്റമർ എന്ന് പറയുന്നത്? ഒരു പർട്ടിക്കുലർ ഷോപ്പിൽ നിന്ന് സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകള്, അതാണ് കസ്റ്റമർ. അപ്പൊ എന്താ? അവരെന്ത് ചെയ്യുന്നു? ഷോപ്പ് കീപ്പർ അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. എന്തിനു വേണ്ടി? വീണ്ടും ഭാവിയിലും അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ. ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ വീണ്ടും പേഷ്യൻസ് ആ ഹോസ്പിറ്റലിൽ തന്നെ ചെല്ലാൻ വേണ്ടിയിട്ട് റിസപ്ഷനിസ്റ്റ് ഒക്കെ അവരുമായിട്ട് നല്ലൊരു ബന്ധം, അതാ നമ്മൾ പറഞ്ഞ ഫാമിലി മെമ്പേഴ്സിനെ പോലെ ആയിരിക്കണം എന്ന് അല്ലെ? അതേപോലെ നല്ലൊരു ശീലം
വീണ്ടും അവര് അങ്ങോട്ടേക്ക് ഭാവിയിലും വരാൻ വേണ്ടിയിട്ട് ആണ് അങ്ങനെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ വായിച്ചു വെക്കുക കേട്ടോ. ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. വായിച്ചു വെക്കുക. മോക്ക് ടെസ്റ്റുകൾ വരുന്നത് കൃത്യമായിട്ട് തന്നെ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ക്ലാസ്സിൽ ഇരുന്ന് കേൾക്കുന്നത് എത്രത്തോളം നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും അതൊന്നും കൂടി നമുക്ക് അറിയാനുള്ള ഒരു കുഞ്ഞു കുഞ്ഞു ടെസ്റ്റുകളാണ്. അതുകൂടി നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.